അർജുന് വേണ്ടിയുള്ള ഷിരൂർ ഗംഗാവാലി പുഴയിലെ തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചു. പുഴയിലെ അടിയൊഴുക്കും തടസ്സങ്ങളുമാണ് ദൗത്യത്തിന് പ്രതിസന്ധിയായത്. ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ നടത്തിയ ഡൈവിംഗ് അവസാനിപ്പിച്ചു. തെരച്ചിൽ നിർത്തിയതിനെതിരെ കേരളം രംഗത്തെത്തി. ദൗത്യം അവസാനിപ്പിക്കരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ നിലപാടറിയിച്ചു. അതേസമയം തെരച്ചിൽ ഉപകരണങ്ങളും താൽക്കാലിക ടെന്റുകളും സ്ഥലത്തുനിന്ന് മാറ്റി. ദൗത്യത്തിനായി ക്യാമ്പ് ചെയ്തിരുന്ന വിവിധ സംഘങ്ങളും മടങ്ങി. എന്നാൽ ദൗത്യം അവസാനിപ്പിച്ചിട്ടില്ലെന്നും ഉപകരണങ്ങൾ എത്തിയാൽ തിരച്ചിൽ തുടരുമെന്നും കാർവാർ MLA സതീഷ് സെയിൽ പറഞ്ഞു. We have tried with our Malpe Ishwar group as well as Navy and NDRF and SDRF. Local, important is local fishermen also. We have called a hydrographic surveyor also, and he also told that this river is very risky now. Next month, another 21 days rain is there, and for that it is very difficult to work in this situation. Ishwar has told only 3 hours prior information because he is in Malpe only, Udupi. He will come, and if you want that you can cross check with Ishwar also. കർണാടകയുടെ നടപടിക്കെതിരെ വിമർശനവുമായി മന്ത്രി PA മുഹമ്മദ് റിയാസ് രംഗത്തെത്തി. ഇന്ന് അനുകൂല കാലാവസ്ഥയായിട്ടും കേരള സർക്കാരുമായി ആലോചിക്കാതെയാണ് കർണാടക സർക്കാർ തെരച്ചിൽ നിർത്തിയതെന്നും മന്ത്രി പറഞ്ഞു. രക്ഷാപ്രവർത്തനത്തിന് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള നിലയിലുള്ള നിലപാട് അവിടുത്തെ MLA തന്നെ പറഞ്ഞു എന്നുള്ളതാണ്. ഞങ്ങൾ ഇന്നലെ വരെ മീറ്റിംഗിൽ ഇരുന്നപ്പോൾ പറയാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞത്. ഇത് ഒരു തരത്തിലും ഞങ്ങൾ ആരുമായും ബന്ധപ്പെട്ടിട്ടില്ല. ഒരു മീറ്റിംഗിൽ ഒരു ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ച് ഗവൺമെന്റിന്റെ നിലപാട് പറയുകയാണ്. ഇന്ന സമയം മുതൽ പ്ലാൻ ടൂൺ വെച്ച് പരിശോധന നടത്താമെന്ന് പറഞ്ഞ ആ നിലപാടിൽ നിന്നും എന്തുകൊണ്ട് പുറകോട്ട് പോയി? തഗ്ബോട്ട് എന്ത് വന്നാലും തഗ്ബോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞപ്പോ ഇന്നലെ എത്തിയില്ല, ഇന്നും എത്തുമെന്ന് പറഞ്ഞ് ഇന്നും എത്തിയിട്ടില്ല. എന്താണ് അതിനുള്ള തടസ്സം? ഡ്രഡ്ജിങ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പാലമാണ് തടസ്സം, അത് പരിഹരിക്കുമെന്ന് പറഞ്ഞു, അതും ചെയ്തിട്ടില്ല. ഇതൊക്കെ നമ്മൾ രക്ഷാപ്രവർത്തനത്തിന്റെ സാധ്യതകളായി കണ്ടതല്ലേ ഈ 3 വഴികളും. ഈ 3 വഴികളും തേടി അതും പരിശോധിച്ച് അത് ഫെയിലിയർ ആവുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നിലപാട് പറയുകയാണെങ്കിൽ ആ പറയുന്ന വാദത്തെ ന്യായീകരിക്കാം. താൽക്കാലികമായാണെങ്കിലും നിരാശയോടെയാണ് പിന്മാറുന്നതെന്ന് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പെ പ്രതികരിച്ചു. ഇന്ന് കാലിലെ 2 പേര് ഞങ്ങൾ ഡൈയറായിട്ട് മുങ്ങിയിട്ടുണ്ട്. അതിൽ എൻ്റെ അവിടെ ഒരാള് ഡൈയറായിട്ട് വന്നു. പിന്നെ ഞാൻ 2 പേര് ഇന്ന് മുങ്ങാനായിട്ട് വന്നു. ഇന്നലെ 3 പോയിന്റ് ഞങ്ങൾ കാണിച്ച് ആ 3 പോയിന്റിൽ നമ്മൾക്ക് ഒന്നും കിടക്കില്ല. ആളുടെ മരണ കീഴെ ഞങ്ങൾ பார்க்க സമയത്ത് ഫസ്റ്റ് എനിക്ക് ഒന്നും കാണില്ല. ആ മധ്യഭാഗം കിട്ടി. അപ്പ സമയത്തിലാണ് അത് വണ്ടി ആക്കിയിരിക്കുന്നു. മറ്റേ കീഴെ പോകുന്ന ഫുള്ള് ഗെല്ലല്ലേ ഒന്ന്. അപ്പൊ ഞങ്ങൾ അതല്ലെന്ന് പിന്നെ തിരിച്ച് മുന്നോട്ട് വരണം. 300-400 മീറ്റർ വരണ ഒരുപാട് തണ്ണി സ്പീഡ് ഇരുന്ന് അവിടുത്തെ പ്രഷർ ജാസ്തി ഉണ്ട്. ഇപ്പൊ അതിന് നമ്മൾ അവിടെ മോനായില്ല. പിന്നെ ഇല്ല ഇത് കമ്മിയാവുന്നുണ്ട്, ക്ലീൻ ആവണം. തണ്ണി ക്ലീൻ ആയാൽ ഒരു ഇത് വേണ്ട സ്കൂബ ഡൈവ് ആക്കി എല്ലാം നോക്കാം. ഇല്ല ഞങ്ങളിപ്പ ഇന്ന് നൈറ്റ് വിളിച്ചെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു 100 കിലോമീറ്റർ இருக்குது. എപ്പോ കൂപ്പിടെങ്കിൽ ഞങ്ങൾ വരും. ഒരുപാട് ദുഃഖാവും. പറഞ്ഞ അർജുന്റെ വീട്ടിന് ഓരോരോ കരയനുണ്ട്. കൃത്യമായ കൂടിയാലോചന ഇല്ലാതെയാണ് കർണാടക സർക്കാർ തെരച്ചിൽ അവസാനിപ്പിക്കുന്നതെന്ന് അർജുൻ